നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ബ്ലോഗിലേക്കൊക്കെ പോയത്. നമ്മൾ ക്യാമറ സപ്പോർട്ടിങ് സിസ്റ്റംസ് ഇപ്പോൾ ബാക്കിലൊക്കെ ഇരിക്കുന്ന ട്രൈപോഡായാലും എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദി ട്രൈപോഡ് ഈസ് ദി 3-leg ഡിവൈസ് ഫോർ സപ്പോർട്ടിങ് ദി ക്യാമറ. 3-leg ഡിവൈസ്, 3 കാലുള്ള ഒരു ഡിവൈസിനെയാണ് ട്രൈപോഡ് എന്ന് പറയുന്നത്. സാധാരണ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ് വീഡിയോഗ്രാഫിയിൽ, വാട്ട് ഈസ് ട്രൈപോഡ് എന്ന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ട്രൈപോഡ് ഈസ് സപ്പോർട്ടിങ് ക്യാമറ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു 3 കാലുള്ള സ്റ്റാൻഡിനെ. ഈ 3 കാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെപ്പിലാണേലും എവിടെയാണ് പ്രതലം പല തലത്തിലാണെങ്കിൽ പോലും ആ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ട്രൈപോഡ് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ ലെവൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ എന്ന് പറയുന്ന സ്പിരിറ്റ് ലെവലിൽ നമ്മൾ ഭൂമിയായിട്ടുള്ള, നമ്മൾ സാധാരണ കട്ട നോക്കിയിട്ടിട്ട് വാട്ടർ ലെവൽ നോക്കില്ലേ വീടൊക്കെ പണിയുമ്പോൾ, അതിന് തുല്യമാണ് ട്രൈപോഡ് സ്റ്റാൻഡ് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഒരു സ്പിരിറ്റ് ലെവലുണ്ട്. നിങ്ങളിവിടെ വരുമ്പോൾ കാണിച്ചു തരാം. ആ സ്പിരിറ്റ് ലെവൽ കറക്റ്റ് ചെയ്ത് ട്രൈപോഡ് ഉറപ്പിച്ചതിന് ശേഷമാണ് ക്യാമറ അതിൻ്റെ മുകളിൽ വെക്കാം. ആദ്യം തന്നെ ട്രൈപോഡ് ഉറപ്പിക്കുക. ക്യാമറ ആയിട്ട് കൊണ്ട് ട്രൈപോഡ് പൊക്കി നടക്കണൊക്കെ കാണാം, അത് വളരെ പ്രൊഫഷണൽസുകളാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഈ ട്രൈപോഡ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് ക്യാമറ കെട്ടാവുള്ളൂ. ചെറിയ ക്യാമറയായാലും വലിയ ക്യാമറയായാലും. അപ്പോൾ ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ 3 കാലുള്ള ഒരു ക്യാമറ സപ്പോർട്ടിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ അതിനെ ക്യാമറ മൗണ്ട്. പല സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ പൊതുവെ പറയുന്നതാണ് ക്യാമറ മൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദി ട്രൈപോഡ് ഈസ് ദി 3-leg ഡിവൈസ് ഫോർ സപ്പോർട്ടിംഗ് ദി ക്യാമറ മൗണ്ട് ഓൺ ടോപ്പ് ഓഫ് ദി 3 legs ഇൻ ട്രൈപോഡ് ഹെഡ്. 3 കാലിനും വേണ്ടി ട്രൈപോഡിനൊരു ഹെഡ് ഉണ്ടാവും. ഈ ഡിവൈസ് വിത്ത് ഹാൻഡിൽ ദാറ്റ് അലൗ ദി ക്യാമറ ടു pivot smoothly, in which the camera is secured with a mounting screw. The adjustable legs allow for the tripod to level on uneven surface, and the camera can be raised from 2 to 6 feet above ground to slightly above the eye level. A spreader is used to lend stabilize to the tripod and also reduce the height where required. നമുക്ക് ക്യാമറ താത്തി ട്രൈപോഡ് വെക്കാം, ഉയർത്തിയിട്ടാൽ നമ്മുടെ ഐ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ ഉയർത്തി കിട്ടുന്ന രീതിയിൽ വരെ ട്രൈപോഡ് വയ്ക്കാം. ക്യാമറ ഈ ട്രൈപോഡിൽ വെച്ചാൽ എവിടെ വേണമെങ്കിലും തിരിക്കാം. ഈ കാല് ഉറപ്പിച്ച് സ്പിരിറ്റ് ലെവൽ കറക്റ്റ് ചെയ്ത് അതിൻ്റെ മേലെ ഹെഡിൻ്റെ മേലിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്താൽ ക്യാമറ അവിടെ ഉറച്ചിരുന്നു. അപ്പോൾ ഈ ഓരോ ക്യാമറയ്ക്ക് ഇത്ര വെയിറ്റ് വരെ എടുക്കാവുന്ന പല ലെവലിലുള്ള ക്യാമറ ഉണ്ട്. ചെറിയ ട്രൈപോഡുണ്ട്, ഇതൊക്കെയുണ്ട്. ഒറ്റ കാല് മാത്രമുള്ള പിന്നെ നമ്മൾ കാണുന്ന സാധാരണ സ്റ്റിൽ ക്യാമറയുടെ ചെറിയ ക്യാമറയൊക്കെ കൊണ്ടുവരുന്ന മോണോപോഡ് എന്ന് പറഞ്ഞൊരു ഒറ്റ കാല് മാത്രമേ, ട്രൈപോഡ് കൂടാതെ മോണോപോഡ്. അതിന് ഒറ്റ കാലുകളാണ് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. ട്രൈപോഡ് വേണേലും മോണോപോഡായിട്ട് ഉപയോഗിക്കാം, ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. 3 തലത്തിൽ കാലുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെവലാണോ നോക്കിയിട്ട് മാത്രം ക്യാമറയുടെ മുകളിൽ ഇത് വെക്കാവുള്ളൂ. അത് ഏത് തലത്തിലും സ്റ്റെപ്പിൻ്റെ 2 സ്റ്റെപ്പ് ഉയരത്തിൽ ഒരു കാല് വെച്ചിട്ട് രണ്ടാം ഇങ്ങനെ വെച്ച് പല സ്ഥലത്തിലേക്ക് മാറ്റി വെച്ചാലും മേളിലെ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സ്പിരിറ്റ് ലെവൽ ഉണ്ട്. എന്താണ് സ്പിരിറ്റ് ലെവലെന്നും എങ്ങനെയാണ് ക്യാമറ ട്രൈപോഡ് ഉറപ്പിക്കേണ്ടതെന്നും വളരെ സാവകാശം, ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് സ്ക്രൂ കാര്യങ്ങളൊക്കെ, അത് വളരെ സൂക്ഷിച്ച് വളരെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഉപകരണമാണ് ട്രൈപോഡ്. ഇപ്പോൾ ക്യാമറ മൗണ്ടിൻ്റെ അല്ലെങ്കിൽ ക്യാമറ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ ആദ്യമായി ഓർത്തിരിക്കേണ്ട ഒന്നാണ് ട്രൈപോഡ്. അത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ക്യാമറ മൗണ്ടുകളെക്കുറിച്ച് വിശദീകരിക്കാൻ ചോദിക്കുമ്പോൾ അത് നമ്മൾ ഇനി രണ്ടാമത് പറയുന്നത് ഡോളി എന്ന് പറയും. ഡോളി കം ഇൻ വേരിയസ് സൈസ്, പല സൈസിൽ ഡോളികളുണ്ട്. യൂഷ്വലി 1 person drive or pulls to dolly with another operating the camera. They are excellent for movies the involved in going to forward and backward. Talent students concoct homemade dolly for the wheelchair, grocery carts and the like. നമ്മളൊരു ക്യാമറ ഇങ്ങനെ ഒരു പ്രതലത്തിൽ ഉറപ്പിച്ചിട്ട് ആ സ്റ്റാൻഡ് ഉൾപ്പെടെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ എടുത്തോട്ട് വരും, ഇതാണ് സാധാരണ ഡോളി ചെയ്യുന്നത്. പക്ഷേ ആ ട്രൈപോഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു റോൾ ചെയ്യുന്ന ഒരു പ്രതലത്തിലൂടെ റെയിൽവേ ട്രാക്ക് പോലെ ഇട്ടിട്ട്
അതിൻ്റെ മേളിൽ ഒരു പലക ഒരു 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 പ്രതലമുണ്ടാവും. അതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ തള്ളിക്കൊണ്ട്. അതിനകത്ത് ക്യാമറാമാൻ ഇരിക്കാം. അവന് ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ക്യാമറയെ ആളെയും കൂടി ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകും, പുറകോട്ടും മുമ്പോട്ടും. അത് വലിയ നീളത്തിലൊക്കെ ഇടാം. എത്ര 1 കിലോമീറ്റർ നീളത്തിൽ വേണേലും ഇട്ടിട്ടുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോളി സിസ്റ്റം സാധാരണ ഇപ്പം നല്ല സ്റ്റുഡൻസ്, ഇവരിതിനകത്ത് സ്റ്റുഡൻസ് പറയുന്നത് അവർ ചില വീൽ ചെയറിലൊക്കെ വെച്ചിട്ട് സ്മൂത്തായിട്ടുള്ള തിണ്ണയിലാണെങ്കിൽ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് ചുമ്മാ വീൽ ചെയർ ഒത്തിക്കൊണ്ടു. പല ആൾക്കാരും സൈക്കിളിൽ വെച്ച് കെട്ടിയിട്ട് ഷൂട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ചില പിന്നെ ഓട്ടോറിക്ഷയുടെ മേളിൽ വെച്ചിട്ട് മേളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാറുണ്ട്. വലിയ ടൗണിന് നടുക്കൂടെ പോകുമ്പോൾ ലോറിയുടെ പുറത്ത് ഈ മൗണ്ടൊക്കെ വെച്ച് ഉറപ്പിച്ചിട്ട് മൊത്തം ലോറിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ലോറി ഓടിക്കൊണ്ടിരിക്കും, ഷെയ്ക്കില്ലാതെ കിട്ടാത്തക്ക രീതിയിലുള്ള, അങ്ങനെയും ചെയ്തൊക്കെ പല രീതിയിലുള്ള ഡോളികൾ. ഡോളി എന്ന് പറഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ ഉരുട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ സാധനത്തിന് ഡോളി, അതൊരു ക്യാമറ മൗണ്ടാണ്. ആളെ എന്താണ് ഡോളി എന്നുള്ളത് നിങ്ങൾക്ക് 3 കാലിൻ്റെ അടിയിൽ വീല് വെച്ചിട്ട് തള്ളിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രോളിയുടെ മേളിലിട്ടിട്ട് ഉരുട്ടിക്കൊണ്ട് പോവാം. ഇങ്ങനെ 2 രീതിയിൽ ഈ ഡോളി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയുന്നതിന് ഇപ്പോൾ ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഇങ്ങനെ ക്രാബ് എന്ന് പറയും. ക്രാബ് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരാളുടെ മുഖത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഷോട്ട്, ഇപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇവിടുന്ന് ഒരു ഷോട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ അതിനെ ഇങ്ങനെ കറക്കിയൊക്കെ എടുക്കുന്ന, ആ ഫ്രണ്ടിലൊക്കെ എടുക്കുന്ന രീതികളുണ്ട്. അപ്പോൾ നമ്മുടെ പൊക്ലൈൻ ചെയ്ത പരിപാടി ഉണ്ടല്ലേ, ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ റോഡൊക്കെ പണിയുന്ന ആ സാധനത്തിൻ്റെ പുറത്തൊരു ക്യാമറ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയുള്ള വർക്ക് ചെയ്യുന്നതിനാണ് സാധാരണ ഈ ക്രാബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോളി എന്ന് വെച്ചാൽ ഡോളി കം ഇൻ വേരിയസ് സൈസ്, വലിയ പല സൈസിൽ ഡോളി കിട്ടും. one person try to pull the dolly while another operating the camera. ഒരാൾ ഉന്തിക്കൊണ്ട് പോവുകയും മറ്റേ ഇരുന്ന് അതിനകത്ത് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡോളികളുണ്ട്. അത് there are excellent for the moving this involved in the going forward and backward, മുന്നോട്ടും പുറകോട്ടും കൊണ്ടുപോകാനുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് ഡോളി എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമ്മളിനി ഒന്നുകൂടെ കാര്യം മനസ്സിലാക്കിയിരിക്കണം. കുറേ സാധനങ്ങൾ മൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നാണ് ക്രെയിൻ ആൻഡ് ജിബുകൾ എന്ന് പറയും. ക്രെയിൻ ആൻഡ് ജിബ്, a large piece of equipments that can be move the camera from very low to very high above the set. Most cranes also move the forward, backward, sideways and arc. ക്രെയിനിങ് എന്നുള്ള സാധനം നിങ്ങൾക്ക് അറിയാലോ, സിനിമയ്ക്ക് ഉപയോഗിക്കുക. ക്രെയിനും ഇതുപോലെ ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും സൈഡിലോട്ടുമൊക്കെ പൊക്കി ഇങ്ങനെ ഒരു സെറ്റിൻ്റെ മേളിലായിരിക്കുമല്ലോ ഇങ്ങനെ. അതിപ്പോൾ റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിന് ക്രെയിൻ നമുക്ക് ഈ ചെറിയ 25,000 രൂപ 40,000 രൂപ 50,000 രൂപ ചെറിയ ഡോളി ഈ ക്രെയിൻ തൊട്ട് ഇങ്ങനെ നമുക്ക് മാനുവലായിട്ട് ചെയ്യാവുന്ന ക്രെയിൻ തൊട്ട് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന വലിയ മെഷീൻ്റെ പുറത്ത് വെച്ച് നമ്മൾ ഈ പറയുന്ന JCB ഒക്കെ വരുന്ന പോലത്തെ സൈസ് വലിയ ക്രെയിനും വലിയ ഉയരത്തിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലുള്ള ക്രെയിൻസുകൾ മണിരത്നത്തിൻ്റെയൊക്കെ സിനിമകളിലൊക്കെ പിന്നെ സ്റ്റണ്ട് രംഗങ്ങളിലും ഭയങ്കര കാർ ചേസ് ഇങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ വളരെ ഉയരത്തിൽ വെച്ചിട്ട് ക്യാമറ മൂവ് ചെയ്യുന്നതിൻ്റെയൊക്കെ എടുക്കാറുണ്ട് അഡ്വർടൈസിങ് ഫിലിംസുകളിലൊക്കെ. ഇപ്പോൾ ഈ ഡോളി ചെയ്യുന്ന ഈ ക്രെയിൻ ചെയ്യുന്ന പല പരിപാടിയിൽ നിന്ന് ഡ്രോൺ ചെയ്യാറുണ്ട്. ഡ്രോണിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡ്രോൺ വെച്ചിട്ട് ചെറിയ 2,000 1,500 രൂപയുടെ കളിപ്പാട്ടം പോലത്തെ ഡ്രോൺ തൊട്ട് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള 5 കിലോ 10 കിലോ 25 കിലോ ഒക്കെ പൊക്കാവുന്ന രീതിയിലുള്ള ഡ്രോണുകളുണ്ട്. ഡ്രോൺ എന്ന് പറയുമ്പോൾ 4 വശത്തും പങ്ക വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ക്യാമറ അടിയിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ക്യാമറ നമുക്ക് അടിയിൽ നിന്ന് റിമോട്ട് ചെയ്തുകൊണ്ട് ഫോണിലോ അല്ലെങ്കിൽ മറ്റു മോണിറ്ററിലോ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിച്ചിട്ട് അത് പിന്നെ ഇവിടെ വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അത് അപ്പം തന്നെ ഭൂമിയിലിരിക്കുന്ന ഫോണിലേക്കോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് സിസ്റ്റത്തിലേക്കോ അത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഇവിടെ മുമ്പ് നിങ്ങൾ വരുന്നതിന് മുമ്പത്തെ വർഷം പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ്റിനും ഉണ്ടായിരുന്നു. ഒത്തിരി മനോഹരമായി. ഇപ്പം പുള്ളി അത് ദുബായിലേ ആണ് ജോലി ചെയ്യുന്നത്. അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ അമ്മ വീട് പുൽപ്പള്ളിയുടെ ഇടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ ഗ്രൗണ്ടിലിട്ട് അത് പറപ്പിക്കാറുണ്ടായിരുന്നു. ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടുന്ന 1,000 രൂപയുടെ 1,500 രൂപയുടെയൊക്കെ ചെറിയ ഡ്രോൺ വാങ്ങിച്ച് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പരിശീലിച്ചതിന് ശേഷമേ വലിയ ഡ്രോൺ ഉപയോഗിക്കാവൂ. ചെറിയ കളിപ്പാട്ടങ്ങൾ കിട്ടുന്ന കടകളിൽ നല്ല ചൈനീസ് മെയ്ഡായിട്ടുള്ള ഒരുമാതിരി രസകരമായിട്ട് ഓടിക്കാവുന്ന ഡ്രോണുകളും
ഡ്രോണിന് പിന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഡ്രോണിനകത്തുണ്ട്. ഡ്രോണിനകത്ത് നമ്മൾ ഡ്രോണിനെ ഓരോ സിഗ്നൽ ഇങ്ങനെ കാണിച്ചാൽ ഡ്രോൺ വർക്ക് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ എന്താണോ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ആ രീതിയിൽ ഡ്രോൺ നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ ഡ്രോൺ പൊങ്ങാൻ പറയും. പിന്നെ ഡ്രോണെ ഇങ്ങോട്ട് വരാൻ വിളിച്ചാൽ വരുന്ന രീതിയിലുള്ള ഡ്രോണുകളൊക്കെ ആയി. അപ്പോൾ അത് സെൻസർ ഉപയോഗിച്ച് സെൻസർ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. നമ്മളെ ഫോളോ അപ്പ് ചെയ്യണം. നമ്മുടെ മുഖവും നമ്മുടെ ഫേസും നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് ഡ്രോൺ നമ്മൾ പറയുന്ന ഉയരത്തിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് മുമ്പോട്ടും പുറകോട്ടും പോകാനുള്ള ഡ്രോൺ കൺട്രോളുകൾ എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് കൈ ഇങ്ങനെ കാണിക്കുന്നതനുസരിച്ച് ഡ്രോൺ പോകുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചേർത്തിട്ടുള്ള ഡ്രോണുകൾ ഇന്ന് വന്നു കഴിഞ്ഞു. അപ്പം ക്രെയിനുകളെക്കാളും ഉപരി ഇന്ന് ഡ്രോണുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാലും ക്രെയിൻ എന്നാലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിനിമകൾക്കാണ് അത് കൂടുതലുണ്ട്. ചില സീരിയലുകൾക്കും ചെറിയ ചെറിയ വർക്കുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ വലിയ വലിയ സിനിമകൾക്കും സ്റ്റണ്ട് രംഗങ്ങൾക്കും അതിഭീകരമായ സാമ്പത്തികം എടുത്തെറിഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇന്ന് ധാരാളമായിട്ട് ഈ പറയുന്ന ക്രെയിനുകൾ ഉപയോഗിച്ച് നമ്മുടെ മലയാള സിനിമകളൊക്കെ ധാരാളമായിട്ട് മുമ്പ് ഉപയോഗിക്കുന്നത്. ഇന്ന് ആധുനിക രീതിയിലുള്ള സിനിമാ സംവിധാനങ്ങൾ വന്നതിന് ശേഷം ഡ്രോണുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ the large piece of equipment that can be moved the camera from everywhere, the height above the set. Most cranes also move the forward, backward, side and arc. Cranes are the normally used the outdoor or the huge studio to capturing top angle shots. Sometimes jib arms. Smaller ways of crane. ചെറിയ ക്രെയിനാണ് ജിബ് എന്ന് പറയുന്നത്. നമുക്ക് കൈകൊണ്ട് ഉപയോഗിക്കാം. സ്റ്റുഡിയോയ്ക്കകത്തും പുറത്തും ഒക്കെ ഉപയോഗിക്കാം. പണ്ട് വഴിയെ വലിയ സ്റ്റുഡിയോ ഫ്ലോറുകളിലാണ് അഡ്വർടൈസിങ് ഫിലിംസൊക്കെ എടുക്കുന്നത്. അതിനകത്തും ഇപ്പം ഈ ജിബിനും ഡ്രോണും പകരം ഡ്രോണുകൾ തന്നെ ചില ഷോട്ടുകൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ എക്സ്പേർട്സുകളുണ്ട്. ആർ യൂസ് ടു സ്വിച്ച് ക്യാമറ ഔട്ട് ഓവർ ദി ആർക്ക് ഏരിയ ദാൻ വുഡ് ബി ടു ലാർജ് crane holding camera operating the camera says to shoot a high angle shots small rooms. Since camera cannot fit the room, a jib will come handy while small cranes are used. Video jibs comes in handy for most video productions. Cranes and jibs and controlling both manual and റിമോട്ട്സ്. മാനുവൽ റിമോട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വലിയ ക്യാമിൻ്റെ മുമ്പിൽ ക്യാമറ അതിൻ്റെ വയർ കൊടുത്തിട്ട് നമ്മൾ താഴെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നു. ജിപ്പ് നമ്മൾ ഇത് രണ്ടും മാനുവലായിട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ റിമോട്ട് അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും വലിയ ഷോട്ടുകളുടെ മേളിൽ തൊട്ട് താഴോട്ടുള്ള എടുക്കാനും ഇങ്ങനെയുള്ള വൈഡ് ഷോട്ടുകളും വലിയ പുറകിലോട്ട് പോകുന്ന ഷോട്ടുകളൊക്കെ എടുക്കും. ഇന്ന് ഇത് ഞാൻ താരതമ്യം ചെയ്ത് പറഞ്ഞതിൻ്റെ കാര്യം കൂടുതലും ഇന്ന് ഡ്രോണുകളാണ്. ചെറിയ ഡ്രോണുകൾ, ചെറിയ ക്യാമറകളൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ ക്വാളിറ്റിയുള്ള പിക്ചേഴ്സുകൾ എടുക്കാൻ കഴിയും. ഇതെല്ലാം ക്യാമറ സപ്പോർട്ടിംഗ് സിസ്റ്റമാണെന്നുള്ളത് ഓർത്തിരിക്കണം.